everyone, welcome to Shrudi's Pharma World. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെംബ്രെയിൻ ഫിൽറ്ററിനെയും സേറ്റ്സ് ഫിൽറ്ററിനെയും കുറിച്ചാണ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്. Membrane filters are microporous surface filter with pore size ranging from 0.05 micrometer to 12 micrometer. 0.005 micrometer to 12 micrometer size rangeil വരുന്ന microporous surface filterനെയാണ് membrane filters എന്ന് പറയുന്നത്. Cellulose acetate, cellulose nitrates, polytetrafluoroethylene, polyvinyl chloride, nylon. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. 0.005 മൈക്രോമീറ്റർ ടു 12 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന മൈക്രോപോറസ് സർഫസ് ഫിൽറ്റേഴ്സ് ആണ് മെംബ്രെയിൻ ഫിൽറ്റർ എന്നറിയപ്പെടുന്നത്. സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, പോളിടെട്രാഫ്ലൂറോഎഥിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ പോലെയുള്ള മെറ്റീരിയൽസ് ആണ് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡിസ്ക് ഷേപ്പിലും കാർട്രിഡ്ജ് ഷേപ്പിലുമുള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. 0.010 ടു 0.10 മൈക്രോൺ സൈസ് റേഞ്ചിൽ വരുന്ന മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് വൈറസിനെ റിമൂവ് ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. വാട്ടറിനകത്തു നിന്നും എയറിനകത്തു നിന്നും ഒക്കെ വൈറസിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 0.01 ടു 0.10 മൈക്രോൺ സൈസ് റേഞ്ചിൽ വരുന്ന മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ്. അതേസമയം ബാക്ടീരിയാസ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ ഫിൽറ്റേഴ്സിന്റെ സൈസ് റേഞ്ച് വരുന്നത് 0.30 ടു 0.65 മൈക്രോൺ ആണ്. 0.30 ടു 0.65 മൈക്രോൺ പോർ സൈസ് വരുന്ന മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് ബാക്ടീരിയാസിനെ വാട്ടറിൽ നിന്നും എയറിൽ നിന്നും ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡിസ്ക് ഷേപ്പിലും കാർട്രിഡ്ജ് ഷേപ്പിലും ഉള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ലാർജ് പോർ സൈസിലുള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് എയ്റോസോൾ പ്രിപ്പറേഷൻ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് റിഫൈൻഡ് ഗ്രേഡ് ഓഫ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് ലബോറട്ടറി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലിമിറ്റഡ് ലൈഫ് സ്പാൻ ആണ് മെംബ്രെയിൻ ഫിൽറ്ററിനുള്ളത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ക്ലോഗിങ് സംഭവിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മെംബ്രെയിൻ ഫിൽറ്റർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ലൈഫ് പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പ്രീ ഫിൽറ്റർ എംപ്ലോയ് ചെയ്യാവുന്നതാണ്. മെംബ്രെയിൻ ഫിൽറ്ററിന് തൊട്ടു മുൻപായി ഒരു പ്രീ ഫിൽറ്റർ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ലൈഫ് സ്പാൻ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്രീ ഫിൽറ്റേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഈ പ്രീ ഫിൽറ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തിക്ക് സൊല്യൂഷൻസ് ഹാൻഡിൽ ചെയ്യാൻ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ കഴിയില്ല. സൊല്യൂഷനകത്ത് ഫൈബ്രസ് പാർട്ടിക്കിൾസ് പോലെയുള്ള ബ്ലഡോ ജെലാറ്റിനോ കൊളോയിഡോ അല്ലെങ്കിൽ സ്ലിമ്മി പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ഒക്കെയാണ് ഉള്ളത് എങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസിന്റെ ഫിൽട്രേഷന് വേണ്ടി മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യാൻ കഴിയില്ല. വേണ്ടി സ്റ്റെറൈൽ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ ആണ് മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബാക്ടീരിയാസ് വൈറസ് പോലെയുള്ള വളരെ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനെ എയറിൽ നിന്നോ വാട്ടറിൽ നിന്നോ ഒക്കെ റിമൂവ് ചെയ്യുന്നതിനായി നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ടീരിയാസ് വൈറസ് കണ്ടെയ്നിങ് അക്വസ് സൊല്യൂഷൻസ് മെംബ്രെയിൻ ഫിൽറ്റർ വഴി ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയാസും വൈറസും എല്ലാം മെംബ്രെയിൻ ഫിൽറ്ററിന്റെ മേലെ റീറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഫിൽറ്റർ റിമൂവ് ചെയ്ത് അതൊരു സ്റ്റെറൈൽ പെട്രിക് പ്ലേറ്റിലോട്ട് മാറ്റുന്നു. ഈ പെട്രിക് പ്ലേറ്റിനകത്ത് അഗാർ ബേസ്ഡ് മീഡിയം ഉണ്ടായിരിക്കും. അഗാർ ബേസ്ഡ് മീഡിയം ഉള്ള ഒരു സ്റ്റെറൈൽ പെട്രിക് പ്ലേറ്റിനകത്തോട്ടേക്കാണ് ഈ മെംബ്രെയിൻ ഫിൽറ്റർ മാറ്റുന്നത്. സ്റ്റെറൈൽ പെട്രിക് പ്ലേറ്റ് ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. ഏകദേശം 20 to 22 അവേഴ്സോളം 35 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഇൻക്യുബേഷന് ശേഷം നമുക്ക് ഫിൽറ്ററിൽ ഫോം ചെയ്തിട്ടുള്ള ബാക്ടീരിയൽ കോളനീസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ ആ ബാക്ടീരിയൽ കോളനീസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ സാമ്പിളിനകത്ത് എത്ര നമ്പർ ഓഫ് ബാക്ടീരിയാസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ മറ്റൊരു ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് മെംബ്രെയിൻ ബ്രിട്ടിൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഇന്റഗ്രിറ്റി കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഇന്റഗ്രിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ബബിൾ പോയിന്റ് ടെസ്റ്റും ബാക്ടീരിയൽ ചലഞ്ച് ടെസ്റ്റും. ഫിൽട്ടർ ചെയ്യേണ്ട സ്ലറി മെംബ്രെയിൻ ഫിൽറ്ററിനകത്തോട്ടേക്ക് പോർ ചെയ്യുന്നു. അതിനുശേഷം ഈ സ്ലറിയുടെ സൈഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. സോ ആ പ്രഷർ
അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായി മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കാപ്പിലറിയിലൂടെ ആ സ്ലറിക്കകത്തുള്ള ഫിൽട്രേറ്റ് താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങും. സോ ഈ ഫിൽട്രേറ്റിന്റെ സൈഡില് ആദ്യം ഫോം ചെയ്യുന്ന ബബിളിന് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കാപ്പിലറീസിലൂടെ ഇറങ്ങി വരുന്ന ആദ്യത്തെ വാട്ടർ ഡ്രോപ്പിന് ലാർജസ്റ്റ് ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായി ധാരാളം ബബിൾസ് ഫിൽട്രേറ്റ് സൈഡിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ബബിൾ പോയിന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ട സ്ലറി മെംബ്രെയിൻ ഫിൽറ്ററിനകത്തോട്ടേക്ക് പോർ ചെയ്യുന്നു. അതിനുശേഷം ഈ സ്ലറിയുടെ സൈഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. സ്ലറിയുടെ സൈഡിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. സോ ആ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായി മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കാപ്പിലറിയിലൂടെ ആ സ്ലറിക്കകത്തുള്ള ഫിൽട്രേറ്റ് താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഈ ഫിൽട്രേറ്റിന്റെ സൈഡിൽ ആദ്യം ഫോം ചെയ്യുന്ന ബബിളിന് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കാപ്പിലറീസിലൂടെ ഇറങ്ങി വരുന്ന ആദ്യത്തെ വാട്ടർ ഡ്രോപ്പിന് ലാർജസ്റ്റ് ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായി ധാരാളം ബബിൾസ് ഫിൽട്രേറ്റ് സൈഡിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കാപ്പിലറീസിലൂടെ ഫിൽട്രേറ്റിനെ പാസ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ മിനിമം പ്രഷറിനെയാണ് ബബിൾ പോയിന്റ് പ്രഷർ എന്ന് പറയുന്നത്. സോ ആ ബബിൾ പോയിന്റ് പ്രഷർ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ചലഞ്ച് ടെസ്റ്റ് ആണ്. വൈറസ്, ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ള അക്വസ് സൊല്യൂഷൻ മെംബ്രെയിൻ ഫിൽറ്ററിലൂടെ ഫിൽറ്റർ ചെയ്യുന്നു, ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നു. ആ ഫിൽട്രേറ്റ് ആണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻക്യുബേഷൻ ഫിൽട്രേറ്റിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട് എന്നാണെങ്കിൽ ആ മെംബ്രെയിൻ ഫിൽറ്റർ എഫിഷ്യന്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ബാക്ടീരിയൽ ചലഞ്ച് ടെസ്റ്റ് വഴി മെംബ്രെയിൻ ഫിൽറ്ററിന്റെ നൊമിനൽ പോർ സൈസിനെ കുറിച്ചും അതുപോലെ തന്നെ മെംബ്രെയിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ചുമുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. സ്യൂഡോമോണസ് ഡിമിനുട്ട, സ്യൂഡോമോണസ് എർജിനോസ, സിറേഷ്യ മാസെൻസിസ്, സെക്കാരോമൈസസ് സെർവിയസ്, ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ബാക്ടീരിയൽ ചലഞ്ച് ടെസ്റ്റിനായി യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്താണ് മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഫിൽറ്റർ എന്ന് പറയുന്നത് സെയ്റ്റ്സ് ഫിൽറ്റർ ആണ്. മറ്റൊരു സ്റ്റെറൈൽ ഫിൽറ്റർ ആണ് സെയ്റ്റ്സ് ഫിൽറ്റർ. സെയ്റ്റ്സ് ഫിൽറ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് പാർട്ട്, ഒന്ന് ആസ്ബസ്റ്റോസ് ബെഡ്. ഈ കാണുന്നതാണ് ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡ്. ഈ ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡിന് തൊട്ട് താഴെയായി ഒരു പെർഫോറേറ്റഡ് ഷീറ്റ് ഡിസ്ക് കാണാം. ഇത് രണ്ടുമാണ് സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്സ്. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽറ്റർ ആണ് സെയ്റ്റ്സ് ഫിൽറ്റർ. ടിപ്പിക്കൽ സെയ്റ്റ്സ് ഫിൽറ്ററിന് 2 മില്ലിമീറ്ററോളാണ് തിക്നെസ് ഉള്ളത്. അതേസമയം ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സെയ്റ്റ്സ് ഫിൽറ്റർ ആണെങ്കിൽ വളരെ തിക്കർ പാഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ ഫിഗർ. മൈക്രോ ഓർഗാനിസത്തിനെയും ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഫൈൻ പോർ സൈസ് ഉള്ള ആസ്ബസ്റ്റോസ് പാഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഹയസ്റ്റ് അഡ്സോർപ്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പോസിബിൾ ആവത്തുള്ളൂ. പെർഫറേറ്റഡ് മെറ്റൽ, പെർഫറേറ്റഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫറേറ്റഡ് ഗ്ലാസ് ഡിസ്കിന് മേലെയാണ് സെയ്റ്റ്സ് ഫിൽറ്റർ പ്ലേസ് ചെയ്യുന്നത്. സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് കാണപ്പെടുന്ന ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡ്സ് ആണ്. ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സും മെഗ്നീഷ്യം പോലെയുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ഫിൽട്രേറ്റിനകത്തോട്ടേക്ക് ഷെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഫിൽട്രേറ്റിനകത്തൊരു കണ്ടാമിനേഷൻ ആയി കാണപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ കേസിൽ കണ്ടാമിനേഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്, പക്ഷെ ക്ലോഗിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തത് സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടാണ്. ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയ്റ്റ്സ് ഫിൽറ്റർ ആണെങ്കിൽ ഏകദേശം ഒരു 20 മീറ്റർ സ്ക്വയർ ഒക്കെ വരുന്ന ഫിൽറ്റർ പാഡ്സ് ആണ് സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. 8ഓളം സെറ്റ് ഫിൽറ്റർ പാഡ്സ് ആണ് ഒരു സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് അറേഞ്ച് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 2 പാർട്ടാണ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡും ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡിന് താഴെയായിട്ടൊരു പെർഫറേറ്റഡ് ഷീറ്റ് മെറ്റലും ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പെർഫറേറ്റഡ് ഷീറ്റ് മെറ്റലും അതിന് മേലെയായി പ്ലേസ് ചെയ്തിട്ടുള്ള ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡും നട്ട്സ് യൂസ് ചെയ്താണ് ജോയിൻ ചെയ്യുന്നത്. സെയ്റ്റ്സ് ഫിൽറ്ററിന് മേലെയായി ഒരു വാൽവ് കാണപ്പെടാറുണ്ട്. ആ വാൽവ് വാക്യൂം സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
ആസ്ബസ്റ്റോസ് ഷീറ്റിനകത്ത് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ്, സെല്ലുലോസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പോലെയുള്ള മെഗ്നീഷ്യം കോമ്പൗണ്ട്സ് ഒക്കെ കാണപ്പെടാറുണ്ട്. സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ഫിൽട്രേറ്റിനകത്തോട്ടേക്ക് കലരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന സെയ്റ്റ്സ് ഫിൽറ്റർ ഉണ്ടല്ലോ, സെയ്റ്റ്സ് ഫിൽറ്റർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ ചീപ്പാണ് കൺസ്ട്രക്ഷൻ വരുന്നത്. കൺസ്ട്രക്ഷനും ഇൻസ്റ്റലേഷനും ഒക്കെ വളരെ ഈസിയാണ്. വിസ്കസ് സൊല്യൂഷൻസ് ഹാൻഡിൽ ചെയ്യാനും സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. സെയ്റ്റ്സ് ഫിൽറ്റർ സ്റ്റെറൈൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടും എയർ ഫിൽട്രേഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫിൽട്രേഷൻ വളരെ റാപ്പിഡ് ആയിട്ട് നടക്കുന്നുണ്ട്. വിസ്കസ് സൊല്യൂഷൻസ് ഫിൽട്ടർ ചെയ്യാൻ സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ കേസിൽ അഡ്വാൻറ്റേജസ് ആയി പറയാനുള്ളത്. അതേസമയം ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പാഡ്സ്. ഒരു തവണ മാത്രമേ നമുക്ക് ഈ ഫിൽറ്റർ പാഡ്സ് യൂസ് ചെയ്യാൻ കഴിയൂ. വൺസ് ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫിൽറ്റർ പാഡ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫിൽറ്റർ പാഡ്സ് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ഫിൽട്രേറ്റിനകത്തോട്ടേക്ക് ഷെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ തന്നെ ഈ ആസ്ബസ്റ്റോസ് ഫിൽറ്റർ പാഡ്സ് നമ്മുടെ ഫിൽട്രേറ്റിനകത്തുള്ള ഡ്രഗ്സിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആൽക്കലോയിഡ്സിനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ കേസിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. മെംബ്രെയിൻ ഫിൽറ്ററിനെയും സെയ്റ്റ്സ് ഫിൽറ്ററിനെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.